മഞ്ഞുമൽ ബോയ്സും 33 കമലഹാസനും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതിനെപ്പറ്റി വെളിപ്പെടുത്തുകയാണ് ഇപ്പോൾ സംവിധായകൻ ചിദംബരം. ഒരു തമിഴ് മാധ്യമത്തിന് ചിദംബരം നൽകിയ അഭിമുഖത്തിലെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായി മാറിയിട്ടുള്ളത്. കമൽഹാസന് ഗുണ സിനിമയിൽ അഭിനയിക്കുമ്പോൾ 33 വയസ്സായിരുന്നുവെന്നും ഗുണ സിനിമയും മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയും തമ്മിൽ 33 വർഷത്തെ ഇടവേളയുണ്ടെന്നും തനിക്കിപ്പോൾ 33 വയസ്സായെന്നുമാണ് ചിദംബരം പറയുന്നത്. ചിദംബരം വലിയൊരു കമൽഹാസൻ ഫാനാണ്. ഇത് മുൻപും പല അഭിമുഖങ്ങളിലും ചിദംബരം തുറന്നു പറഞ്ഞിട്ടുണ്ട്. കമൽഹാസനെ പറ്റി ഈ അഭിമുഖത്തിലും ചിദംബരം വാചാലനാകുന്നുണ്ട്. സിനിമയിൽ തന്റെ പേര് പറഞ്ഞതുകൊണ്ടല്ല സിനിമ ഇഷ്ടപ്പെട്ടതെന്ന് കമൽഹാസൻ തന്നോട് പറഞ്ഞുവെന്നാണ് ചിദംബരം അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത്. കൺമണി അൻബോർഡ് സോങ് സൗഹൃദത്തിന് വേണ്ടി സിനിമയിൽ കൊണ്ടുവന്നതിൽ കമൽഹാസന് സന്തോഷമുണ്ടെന്നും ചിദംബരം പറയുന്നു. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സീനിനെ കുറിച്ച് മാത്രമായി അദ്ദേഹം സംസാരിച്ചിട്ടില്ല. തനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ കുറെ അധികം സമയം സംസാരിച്ചിരിക്കാനുള്ള അവസരം കിട്ടിയില്ല എന്നും ചിദംബരം പറയുന്നുണ്ട്. പക്ഷേ പടത്തിലെ എല്ലാ സീനിനെ കുറിച്ചും അദ്ദേഹത്തോട് സംസാരിക്കണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. മഞ്ഞുമൽ ബോയ്സിൽ കമൽഹാസനെ കൊണ്ടുവരികയാണെങ്കിൽ അത് ഏത് റോളിലായിരിക്കുമെന്നും ചിദംബരം പറയുന്നുണ്ട്. അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും നല്ല ഫിലിം മേക്കേഴ്സിൽ ഒരാളാണെന്നും ചിദംബരം പറയുന്നു. ഉലക നായകന് മഞ്ഞുമൽ ബോയ്സിൽ ഒരു അവസരം നൽകുകയാണെങ്കിൽ ഏത് കഥാപാത്രമാകും നൽകുക എന്ന ചോദ്യത്തിന് മറുപടിയായാണ് ചിദംബരം ഈ കാര്യം പറഞ്ഞത്. മഞ്ഞുമൽ ബോയ്സിലേക്ക് കമൽഹാസനെ കൊണ്ടുവരികയാണെങ്കിൽ അത് സംവിധായകന്റെ റോളിലായിരിക്കുമെന്നാണ് ചിദംബരം പറയുന്നത്. ചിത്രത്തിന്റെ തമിഴ്നാട്ടിലെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ചിദംബരം. ഇന്ത്യൻ സിനിമ പതിയെ മുന്നോട്ട് പോകുമ്പോൾ കമൽഹാസൻ എന്ന ഫിലിം മേക്കർ ഇന്ത്യൻ സിനിമയേക്കാൾ 100 വർഷം മുന്നിലാണ് നിൽക്കുന്നതെന്നും ചിദംബരം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഗുണ കേവിൽ നിന്ന് കിട്ടിയ കുരങ്ങുകളുടെ തലയോട്ടിയെ കുറിച്ചൊക്കെ കമൽഹാസൻ തന്നോട് സംസാരിച്ചുവെന്നും ചിദംബരം പറയുന്നു. പിന്നീടാണ് കമൽഹാസൻ ഗുണയിൽ അഭിനയിക്കുന്നത് 33 വയസ്സിലാണെന്നും മഞ്ഞുമലുമായി അതിനുള്ള ബന്ധവും ഒക്കെ ചിദംബരം പറയുന്നത്. കമൽഹാസൻ തന്നെയാണ് ചിദംബരത്തോട് 33 വയസ്സായിരുന്നു ഗുണയിൽ അഭിനയിക്കുന്ന സമയത്തെന്ന് പറഞ്ഞത്. എന്തായാലും മലയാളത്തിലെ ഏറ്റവും മികച്ച സർവൈവൽ ത്രില്ലർ ചിത്രമായി മാറിയിരിക്കുകയാണ് ചിദംബരം സംവിധാനം ചെയ്ത രണ്ടാമത്തെ ചിത്രമായ മഞ്ഞുമൽ ബോയ്സ്. യഥാർത്ഥ സംഭവ വികാസങ്ങളെ ആസ്പദമാക്കി ചിദംബരം സിനിമയൊരുക്കിയപ്പോൾ ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് ചിത്രം തെന്നിന്ത്യയിൽ ഒന്നാകെ തരംഗമായി മാറി. പറവ ഫിലിംസിന്റെ ബാനറിൽ സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവർ ചേർന്നാണ് മഞ്ഞുമൽ ബോയ്സ് നിർമ്മിച്ചത്. ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് 100 കോടി നേട്ടം കൈവരിക്കുന്ന ആദ്യ മലയാള ചിത്രമായി മഞ്ഞുമൽ ബോയ്സ് മാറി. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ചിത്രം ഇതുവരെ 25 കോടി രൂപയാണ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഒരു ദിവസം തമിഴ്നാട്ടിലെ ചില തിയേറ്ററുകളിൽ 30 ഷോകളാണ് മഞ്ഞുമൽ ബോയ്സിന് ലഭിച്ചത്. ഒപ്പം റിലീസ് ചെയ്ത തമിഴ് ചിത്രങ്ങൾക്ക് പോലും കിട്ടാത്ത സ്വീകാര്യതയാണ് തമിഴ്നാട്ടിൽ മഞ്ഞുമൽ ബോയ്സിന് ലഭിച്ചത്. 2006 എറണാകുളത്തെ മഞ്ഞുമൽ എന്ന പ്രദേശത്തു നിന്നും 11 യുവാക്കൾ കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പോകുന്നതും അതിലൊരാൾ ഗുണ കേവ്സിൽ കുടുങ്ങുന്നതും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് സിനിമയുടെ പ്രമേയം. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.